ഇങ്ങനെ ചെയ്യാൻ കാരണം ബി.ജെ.പിയുടെ നേതൃത്വം വഹിക്കുന്ന ആർ.എസ്.എസ് ഇതിനെല്ലാം എതിരാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. ആർ.എസ്.എസിൻ്റെ മനസ്സിലിരിപ്പാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ജയിക്കും, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവും. മോദി പ്രധാനമന്ത്രിയായാൽ പിന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല. ഇതാണ് ആർ.എസ്.എസിൻ്റെ മനസ്സിലിരിപ്പ്. അപ്പോൾ മതനിരപേക്ഷ രാഷ്ട്രത്തെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കണം എന്ന് ആർ.എസ്.എസ് ആഗ്രഹിക്കുന്നു. ഇത്തരമൊരു കൂട്ടർ രാജ്യത്ത് അധികാരത്തിൽ വന്നുകൂടാ. വന്നാൽ നമ്മുടെ രാജ്യത്തിന് നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. വിവിധ മതങ്ങൾ, ഒട്ടേറെ ജാതികൾ, അനേകം ഭാഷകൾ, വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങൾ, ഇതെല്ലാം ഏകോപിതമായി നിൽക്കുന്നതിൻ്റെ പ്രധാന അടിത്തറ മതനിരപേക്ഷതയാണ്. മതനിരപേക്ഷത തകർന്നാൽ രാജ്യത്തിൻ്റെ ഐക്യവും ജനങ്ങളുടെ ഒരുമയും തകരും. അത്തരമൊരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. അതുകൊണ്ട് തന്നെ ബി.ജെ.പി ഇവിടെ അധികാരത്തിൽ വന്നുകൂടാ. ഇത് രാജ്യത്തെ ജനങ്ങളാകെ ആഗ്രഹിക്കുന്നു. എന്നാൽ അതോടൊപ്പം നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ അവസ്ഥ കൂടി നാം ചിന്തിക്കണം. നമ്മുടെ രാജ്യം വിവിധങ്ങളായ പ്രക്ഷോഭങ്ങളാണ് ഈ അടുത്ത കാലത്ത് നേരിടുന്നത്. കർഷക പ്രക്ഷോഭം, തൊഴിലാളി പ്രക്ഷോഭം, വലിയ തോതിൽ പ്രക്ഷുബ്ധമായ കലാലയങ്ങൾ, വിവിധ വിഭാഗങ്ങൾ, വിവിധങ്ങളായ പ്രക്ഷോഭങ്ങളിൽ സാംസ്കാരിക നായകർ, സാഹിത്യ നായകർ, കലാരംഗത്തെ പ്രവർത്തകർ, ഇവരെല്ലാം പ്രക്ഷോഭത്തിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു. തങ്ങൾ ഏറ്റവും വിലമതിക്കുന്ന രാഷ്ട്രം ആദരിച്ചവർക്ക് നൽകിയ അവാർഡുകൾ തിരിച്ചു നൽകി സാംസ്കാരിക നായകർ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു. ഗോവിന്ദ് ബൻസാരിയെ പോലുള്ള, നരേന്ദ്ര ദാബോൽക്കറെ പോലുള്ള, കൽബുർഗിയെ പോലുള്ള, ഗൗരി ലങ്കേഷിനെ പോലുള്ള ഒട്ടേറെ പേർ കൊല ചെയ്യപ്പെടുന്നതും നമ്മളിവിടെ കണ്ടു. അവരെല്ലാം ഉൽപ്പതിഷ്ണുക്കളായിരുന്നു. ഈ നാടിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയുടെ ഭാഗമായിരുന്നു. രാജ്യത്തിൻ്റെ നന്മ ഉയർത്തിക്കാട്ടാനാണ് അവർ ശ്രമിച്ചത്. അതേസമയം തെറ്റിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ ശബ്ദിച്ചു. ആ ശബ്ദം സംഘപരിവാറിന് അലോസരമായി. അവർ കണ്ടു, ഇത്തരം ആളുകൾ തങ്ങളുമായി വിയോജിക്കുന്നു. വ്യത്യസ്ത അഭിപ്രായം വെച്ച് പുലർത്താൻ സംഘപരിവാറിന് കഴിയില്ല. അവരെ നിഷ്കാസനം ചെയ്യുക എന്നതാണ് അവരുടെ മാർഗം. അങ്ങനെയാണ് ഈ പറഞ്ഞവരെല്ലാം ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ രാജ്യത്ത് കൊല ചെയ്യപ്പെട്ടു. ഇതൊരു ഭാഗം. അതേസമയം ജീവിത സാഹചര്യം ഇതുപോലെ ദുരിതം അനുഭവിക്കേണ്ടി വന്നൊരു ഘട്ടമുണ്ടായിട്ടില്ല. കർഷകര് വലിയ പ്രക്ഷോഭത്തിൽ,
ആ പ്രക്ഷോഭത്തിന് നേരെ മധ്യപ്രദേശിലെ BJP ഗവൺമെൻറ് നിറയൊഴിച്ചു. 5 കർഷകരുടെ ജീവൻ നഷ്ടപ്പെട്ടു. തൊഴിലാളികളുടെ ദേശീയ പ്രക്ഷോഭം, കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ, വിവിധ ജനവിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് തുലക്കാനുള്ള നീക്കം, ഓഹരികൾ വിറ്റഴിക്കാനുള്ള നീക്കം, അതിനെല്ലാം എതിരെ വലിയ പ്രക്ഷോഭം. ഇത്തരത്തിൽ എല്ലാവരും നമ്മുടെ രാജ്യത്ത് കടുത്ത അസംതൃപ്തിയിൽ കഴിയുകയാണ്. ആ അസംതൃപ്തരായ ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് ഈ ഗവൺമെൻറ് ഇനി തുറന്നു വരാൻ പാടില്ല എന്നാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ളൊരു ദുരവസ്ഥ ജനങ്ങൾക്കുണ്ടായത് ഈ ഒരു 5 വർഷം മാത്രമാണോ? അതായത് 2014 മുതൽ 2019 വരെയാണ് BJP നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇവിടെ അധികാരത്തിലുണ്ടായത്. ഇപ്പോൾ വലിയ ദുരവസ്ഥ തന്നെയാണ് നമ്മൾ നേരിടുന്നത്, തർക്കമില്ല, സംശയമില്ല. പക്ഷേ 2014 അന്നത്തെ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എന്തായിരുന്നു രാജ്യത്തിൻ്റെ സ്ഥിതി? വളരെ പണ്ടല്ലല്ലോ, 5 വർഷം മുൻപല്ലേ. നമ്മൾ ഓർമ്മ ഒന്ന് അങ്ങോട്ട് തിരിച്ചു വെച്ചാൽ നല്ലതുപോലെ നമുക്ക് ഓർമ്മ വരുമല്ലോ. ഇതേ നിലയായിരുന്നല്ലോ അന്ന്. അന്ന് അധികാരത്തിൽ BJP ആയിരുന്നില്ല, അന്ന് അധികാരത്തിൽ കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UPA ആയിരുന്നു 2009 മുതൽ 2014 വരെ. ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ് നാം ആ കാലത്ത് കണ്ടത്. കർഷക ആത്മഹത്യകൾ പെരുകുന്നു, കടുത്ത തൊഴിലാളിദ്രോഹ നടപടികൾ ആരംഭിക്കുന്നു, രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർക്കുന്ന സമീപനങ്ങൾ സ്വീകരിക്കുന്നു, അധ്വാനിക്കുന്നവർക്കെല്ലാം എതിരായ നടപടികൾ, കോർപ്പറേറ്റുകൾക്ക് സഹായം. എന്തേ ഇതിങ്ങനെ വരാൻ കാരണം? അപ്പോൾ നമ്മൾ ചേർത്ത് വെച്ച് നോക്കൂ, 2009 മുതൽ 2019 വരെയുള്ള 10 വർഷക്കാലം നമുക്കൊരേ അനുഭവം, ജനങ്ങൾക്കൊരേ അനുഭവം, പാവപ്പെട്ടവർക്കൊരേ അനുഭവം. 2 ഗവൺമെൻറ്റുകൾ, ഒരു ഗവൺമെൻറ്റിൻ്റെ ദുശ്ചെയ്തികൾക്കെതിരെ വലിയ പ്രചരണം നടത്തി മറ്റൊരു കൂട്ടർ അധികാരത്തിൽ വരുന്നു. അധികാരത്തിൽ മാറ്റമുണ്ടായി, ആളെ പേരിൽ മാറ്റമുണ്ടായി, പക്ഷേ അനുഭവത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. 2014 തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ BJP പറഞ്ഞു, കർഷകരോട് പറഞ്ഞു, കർഷകർ നിങ്ങൾ വലിയ പ്രയാസം നേരിടുന്നു, ഞങ്ങൾക്കൊരവസരം തരൂ. കോൺഗ്രസ് നിങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല. കർഷകർക്ക് നൽകിയ വാഗ്ദത്തം, കാർഷികോൽപ്പന്നം, അതിനുള്ള കാർഷിക ചെലവ്, അതിൻ്റെ കൂടെ പകുതിയും കൂടി ചേർത്ത് താങ്ങുവില കാർഷികോൽപ്പന്നത്തിന് നൽകും എന്നെല്ലാം വാഗ്ദത്തങ്ങൾ. ജനങ്ങളോട് പറഞ്ഞു, കള്ളപ്പണം വ്യാപരിക്കുന്നു, കോൺഗ്രസ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല, ഞങ്ങൾ കള്ളപ്പണം പിടിക്കും, ഓരോ ആളുടെയും അക്കൗണ്ടിൽ 15 ലക്ഷത്തിൻ്റെ വർധനവുണ്ടാവും. കുറേ കാലം കഴിഞ്ഞപ്പോൾ BJPയുടെ നേതാക്കന്മാരോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ മറു ചോദ്യം, പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കാനാണോ? അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പറഞ്ഞതല്ലേ, നടപ്പാക്കാൻ പറഞ്ഞതല്ല എന്ന്. നമ്മുടെ അനുഭവം ഒന്ന്, നമ്മുടെ അനുഭവത്തിൽ മാറ്റമില്ല, ജനങ്ങൾ ദുരിതക്കയത്തിൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ?
അതാണ് നാം ചിന്തിക്കേണ്ടത്. അതിനിടയാക്കിയത് ഈ രണ്ടു കൂട്ടർക്കും ഒരേ നയമാണ്. നവ ഉദാരവൽക്കരണ നയമാണ് ഇവർ നടത്തുന്നത്. പകരം അധികാരത്തിൽ വരുന്നത് BJP, കോൺഗ്രസ് രാജ്യത്ത് സ്വീകരിക്കുന്ന നിലപാട്, അവര് വലിയ അവകാശവാദങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ BJPയെ ശക്തിപ്പെടുത്താൻ അവരുടെ ഇടപെടൽ സഹായകരമായി വരികയാണ്. എന്തുകൊണ്ടാണത്? BJP വർഗീയത ഉപയോഗിച്ചാണ് ശക്തിപ്പെടാൻ നോക്കുന്നത്. നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷത ശക്തിപ്പെടുത്താൻ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണം. ഒരു ഘട്ടത്തിലും വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. കോൺഗ്രസ് വർഗീയതയുമായി സമരസപ്പെട്ടു പോവുക. പഴയ കാര്യങ്ങൾ ധാരാളമുണ്ട്, ഞാനതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ നമുക്ക് ആർക്കും, മതനിരപേക്ഷ ചിന്താഗതിക്ക് ആർക്കും മറക്കാനാവാത്തൊരു സംഭവമുണ്ട്. അതാണ് മതനിരപേക്ഷതയുടെ രാജ്യത്തിന്റെ പ്രതീകമായ ബാബറി മസ്ജിദിന്റെ തകർക്കൽ. ഒരു സംശയമില്ല, വർഗീയവാദികളാണ് തകർത്തത്, വർഗീയ ശക്തികളാണ് തകർത്തത്. പക്ഷെ എങ്ങനെ തകർക്കാൻ കഴിഞ്ഞു? അന്നത്തെ പ്രധാനമന്ത്രി, കോൺഗ്രസ് നേതാവ്, ആ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് സർവസന്നാഹം നിസ്സംഗമായി നോക്കി നിന്നു. ഫലത്തിൽ തകർക്കുന്നതിന് കൂട്ടുനിന്നു. ഇതാണ് നാം കാണേണ്ടത്. തുറന്നുള്ള സംഭവങ്ങൾ, ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ, ഇപ്പോൾ സുപ്രീം കോടതിയെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറുകാർ ഭീഷണിപ്പെടുത്താൻ നോക്കിയ ഘട്ടം, പറഞ്ഞല്ലോ, കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിയും MP-മാരും ഒക്കെ ആയിട്ടുള്ള സംഘപരിവാർ നേതാക്കൾ, നിങ്ങളുടെ അനുവാദമൊന്നും വേണ്ട അവിടെ രാമക്ഷേത്രം നിർമ്മിക്കാൻ. അതായിരുന്നല്ലോ പ്രഖ്യാപനം. അപ്പോ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ വക്താവ് ജോഷി ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, രാമക്ഷേത്രം ഞങ്ങളാണ് നിർമ്മിക്കുക, ഞങ്ങൾ അധികാരത്തിൽ വരും, ഞങ്ങൾക്ക് മാത്രമേ രാമക്ഷേത്രം നിർമ്മിക്കാനാവൂ. ആരെ സഹായിക്കാനായിരുന്നു അത്? ഈ പ്രശ്നത്തിന്റെ മേലെ വർഗീയ വികാരം ആളി കത്തിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക, അതല്ലേ ചെയ്തത്. നമ്മുടെ പശുവിനെ വർഗീയ ഉപകരണമാക്കിയല്ലോ. ഗോമാതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച ആക്രമണ പരമ്പര എത്ര ആളുകളെ കൊന്നു? അടുക്കളയിലുള്ള ഭക്ഷണത്തിന്റെ പേരിലടക്കം ആളെ കൊന്നല്ലോ. അതിങ്ങനെ കത്തി നിൽക്കുന്നു. അപ്പോഴതാ ദിഗ്വിജയ് സിംഗ് എന്ന കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് ഒരു പ്രസ്താവനയുമായി രംഗത്ത് വരുന്നു. അദ്ദേഹം പറഞ്ഞു, ഗോവധം നിരോധിച്ചത് ഞങ്ങളാണ്. സംസ്ഥാനങ്ങളുടെ പേരുകളുണ്ട്. എന്താണിത്? ആ ഘട്ടത്തിൽ ആ പ്രസ്താവന എന്തിനുപകരിക്കുന്നു എന്നാണ് നോക്കേണ്ടത്. സംഘപരിവാർ പശുവിന്റെ പേരിൽ
വർഗീയ സംഘർഷം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. വലിയ തോതിൽ വർഗീയ വികാരം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നു. അതിന് സഹായകമായ നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകുന്നു. ഇതല്ലേ വസ്തുത? ഇപ്പോ കോൺഗ്രസിന്റെ പ്രാമാണികനായ നേതാവ്, അദ്ദേഹത്തിന്റെ തൊട്ട് കീഴെയുള്ള അനുയായികൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ. ഇദ്ദേഹം പൂണൂലിട്ട ബ്രാഹ്മണനാണ്, ഇദ്ദേഹം ശിവഭക്തനാണ്. എന്താണ് ഇതേവരെ ഇല്ലാത്ത വിശേഷണം എന്തുകൊണ്ട് വന്നു? നിങ്ങൾ ഏത് കളത്തിൽ? നിങ്ങൾ വർഗീയതയെ നേരിടാൻ ബി.ജെ.പിയുടെ അതേ കളം ഉപയോഗിക്കുകയാണോ? ബി.ജെ.പിയുടെ അതേ കളം ഉപയോഗിച്ചുകൊണ്ട് വർഗീയതയെ നേരിടാൻ കഴിയോ? വർഗീയതയെ വിട്ടുവീഴ്ചയില്ലാത്ത എതിർക്കാൻ തയ്യാറാവണ്ടേ? നിങ്ങൾക്കത് കഴിയുന്നില്ലല്ലോ. നിങ്ങൾക്ക് വന്ന പരിക്ക് അതിൽ നിന്നും ഒരു അനുഭവ പാഠവും ഉൾക്കൊള്ളാൻ കോൺഗ്രസിന് കഴിയുന്നില്ലല്ലോ. ഇപ്പൊ ബി.ജെ.പിയുടെ നേതൃത്വം നോക്കി, മന്ത്രിമാര്, എം.പിമാര്, അവരുടെ നേതാക്കള്, അവര് ആരാ? എല്ലാം പഴയ കോൺഗ്രസ് നേതാക്കന്മാര്, ചില്ലറക്കാരായവരല്ല. എ.ഐ.സി.സി നേതാക്കള്, കേന്ദ്രമന്ത്രിമാരായിരുന്നവര്, സംസ്ഥാന മുഖ്യമന്ത്രിമാരായിരുന്നവര്, സംസ്ഥാന കോൺഗ്രസിന്റെ അധ്യക്ഷന്മാരായിരുന്നവര്, പല തട്ടിലുള്ള നേതാക്കൾ ഇന്നിപ്പോ ബി.ജെ.പിയുടെ നേതൃനിരയായി നിൽക്കുകയാണ്. എങ്ങനെ വന്നു ഇത്? എന്തുകൊണ്ട് ബി.ജെ.പിയിൽ നിങ്ങൾക്ക് അകലം പാലിക്കാനാവുന്നില്ല? നേരെ ബി.ജെ.പി ആകാൻ നേതൃനിരയിലുള്ളവർക്കടക്കം എങ്ങനെ കഴിയുന്നു? നിങ്ങൾ വർഗീയതയോട് കാണിക്കുന്ന സമരസപ്പെടൽ, അതിന്റെ ഭാഗമാണിത്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നടന്ന ചില സംഭവങ്ങൾ ഓർത്താൽ മതി. ഇപ്പൊ ഗോവയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. അധിക കാലമൊന്നും ആയില്ലല്ലോ, നമ്മൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ അംഗങ്ങൾ കോൺഗ്രസിനായിരുന്നു. ബി.ജെ.പിക്ക് എണ്ണം കുറവായിരുന്നു എം.എൽ.എമാർ. പക്ഷേ ബി.ജെ.പി ആണ് ഗവൺമെന്റ് രൂപീകരിച്ചത്. എങ്ങനെ രൂപീകരിച്ചു ഗവൺമെന്റ്? ഗവൺമെന്റ് രൂപീകരിക്കാൻ എത്ര എം.എൽ.എമാരുടെ കുറവാണോ ഉള്ളത്, അത്രയും എം.എൽ.എമാർ കോൺഗ്രസിന്റെ ഭാഗം തെരഞ്ഞെടുക്കപ്പെട്ടവര് തെരഞ്ഞെടുത്ത് വന്നിട്ട് അസംബ്ലിയിലേക്ക്, മണ്ഡലത്തിലേക്ക് പോയില്ല. കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചു വന്നതാണ്. അവര് നേരെ ബി.ജെ.പി ആയി. ബി.ജെ.പിക്ക് മന്ത്രിസഭ രൂപീകരിക്കാനായി. എന്തൊരു പാർട്ടി! ത്രിപുര മരുന്നിന് കൂട്ടാൻ ബി.ജെ.പി ഉണ്ടായിരുന്നില്ല അവിടെ. എന്താ അവിടുത്തെ സ്ഥിതി? കോൺഗ്രസ് ആയിരുന്നു പ്രതിപക്ഷം. ആ പ്രതിപക്ഷ നേതാവ് അടക്കം കോൺഗ്രസിൽ
MLA-മാർ മുഴുവൻ BJP. അവിടെ തീരുന്നില്ല. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, സംസ്ഥാന പ്രസിഡന്റ് ഇപ്പൊ എല്ലായിടവും BJP മന്ത്രിസഭ. കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ കീഴിൽ മന്ത്രിസഭ പ്രവർത്തിക്കുന്നു. അപ്പോ എല്ലാവരും, കുറെ മന്ത്രിമാര്, MLA-മാര്, കോൺഗ്രസുകാരായവര് BJP ആവും. അതേ നിയമസഭ BJP മന്ത്രിസഭ വരുന്നു. എന്താണിത്? ാണ് നമ്മളെല്ലാവരും കേട്ടത്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന 5 MLA-മാര് ഇപ്പൊ BJP-യുടെ കൂടെയാണ്. പ്രതിപക്ഷത്ത് കോൺഗ്രസ്സാണ്. പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാവ് ഒരു ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, പ്രതിപക്ഷ നേതാവ് BJP-യിലെത്തി. പിറ്റേ ദിവസം അതേ മാധ്യമങ്ങൾ അദ്ദേഹം തിരിച്ചു കോൺഗ്രസിലെത്തി. ഇതിലേതാ ശരി? രണ്ടും ശരി. അതങ്ങനെ രണ്ട് ശരികൾ നിങ്ങളിൽ പലരുടെയും നാക്കിൽ ഇങ്ങനെ വരുന്നുണ്ടാവും. ഞാൻ ആരുടെയും പേര് പറയാൻ പോകുന്നില്ല. ഇവിടെ മാധ്യമങ്ങൾ പല ഘട്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ, എത്തി എത്തി എത്തി. എവിടെ? BJP-യിൽ. 2 ദിവസം കഴിഞ്ഞപ്പോ ഇല്ല, അദ്ദേഹം കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. എത്ര പേര്? ഇതല്ലേ അവസ്ഥ? ഇങ്ങനെയൊരു നില ഏതെങ്കിലും പാർട്ടിക്ക് കാണാൻ പറ്റൂ? എന്നിട്ട് പറയാണ് ഞങ്ങൾ BJP-ക്കെതിരെ പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് പോരടിക്കലാണ് നടത്തുന്നത്? രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ഇപ്പോ BJP-യോട് പോരടിക്കുന്നത് എങ്ങനെയാണ്? രാഹുൽ ഗാന്ധിയുടെ തട്ടകം അതാണല്ലോ ഡൽഹി. ഡൽഹിയിൽ പക്ഷേ ആം ആദ്മി പാർട്ടിയാണ് വലിയ പാർട്ടി. അവർക്കാണ് നല്ല സ്വാധീനമുള്ളത്. കോൺഗ്രസ് ശുഷ്കിച്ചു പോയി. പക്ഷെ ആം ആദ്മി പാർട്ടി ആദ്യമേ ഒരു കാര്യം ചെയ്തു, BJP-യെ തീർത്തും ഒറ്റപ്പെടുത്തണം. അതിന് നല്ലത് നമ്മൾ രണ്ടു കൂട്ടരും ഒന്നിച്ചു നിൽക്കലാണ്. ആം ആദ്മിയും കോൺഗ്രസും ഒന്നിച്ചു നിൽക്കുക, തെരഞ്ഞെടുപ്പിന് യോജിച്ചു പോരാടുക. പക്ഷെ കോൺഗ്രസ് സഹകരിച്ചില്ല, സഹകരിക്കാൻ തയ്യാറായില്ല. ഇന്ന് നമ്മുടെ ഓരോ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, രാഹുൽ ഗാന്ധി തീരുമാനമെടുക്കാൻ പോകുന്നു. എപ്പോഴായി തീരുമാനം? നേരത്തെ ഒരുപാട് ഘട്ടം കഴിഞ്ഞല്ലോ. കെജ്രിവാൾ വ്യക്തമാക്കിയല്ലോ, 7 സീറ്റാണ് അവിടെ. അതിൽ 3 സീറ്റ് കോൺഗ്രസിന് കൊടുക്കാമെന്ന് രാഹുൽ ഗാന്ധിയെ തന്നെ അറിയിച്ചു എന്ന് കെജ്രിവാൾ വ്യക്തമാക്കി. എന്തേ അത്തരമൊരു യോജിപ്പ് അവിടെ ഉണ്ടാകാതിരുന്നത്? ആ യോജിപ്പ് BJP-യെ പൂർണ്ണമായി ഒറ്റപ്പെടുത്താനല്ലേ ഉപകരിക്കുക? ഇപ്പൊ നിങ്ങൾ യോജിക്കാത്തതിന്റെ ഭാഗമായി 1-2 സീറ്റ് BJP-ക്ക് കൂടുതൽ ലഭിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങളല്ലേ ഉത്തരവാദി?
എന്തിന് നിങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുത്തു? ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ കക്ഷിക്ക് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയോ? ഇവിടെ തന്റെ കർമ്മമണ്ഡലം എന്ന് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ച അമേത്തി ഉൾക്കൊള്ളുന്ന ഉത്തർപ്രദേശിലെ 80 സീറ്റാണ്. സാധാരണ ആളുകൾ പറയാറ് ആര് രാജ്യം ഭരിക്കണമെന്ന് ഉത്തർപ്രദേശാണ് തീരുമാനിക്കുക എന്നാണ്. അത് ഈ സീറ്റിന്റെ എണ്ണം കൊണ്ടാണ്. അവിടെ ഒരു വലിയ സംഭവം നടന്നു. 2 പ്രധാന ശക്തികൾ, ഒന്ന് SP, മറ്റൊന്ന് BSP, ഈ 2 കൂട്ടരും യോജിച്ചു മത്സരിക്കാൻ തീരുമാനിച്ചു. അതോടെ 2 കൂട്ടരും യോജിക്കാൻ തീരുമാനിച്ചതോടെ അതൊരു മഹാശക്തിയായി മാറി. BJPയെ തീർത്തും ഒറ്റപ്പെടുത്താൻ കഴിയും. സീറ്റുകൾ അവർ തൂത്തുവാരും. എങ്കിലും അവരൊരു മാന്യത കാണിച്ചു. കോൺഗ്രസ് അവിടെ ഒന്നുമല്ല. കോൺഗ്രസിന് ആകെയുള്ളത് 2 സീറ്റാണ്. മറ്റെവിടെ അവർ പ്രധാന ശക്തിയല്ല. ഇവരുടെ മുന്നിൽ ഒന്നുമല്ല. പക്ഷെ ഇവർ പറഞ്ഞു, കോൺഗ്രസിനോട് പറഞ്ഞു, നമുക്ക് ഒന്നിച്ചു നീങ്ങാം ഈ തെരഞ്ഞെടുപ്പിൽ. അതിനവരെ പ്രേരിപ്പിച്ചത് BJPക്കെതിരായ എല്ലാ ശക്തികളും ഒന്നിക്കുക എന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ്. കേട്ട ഭാവം നടിച്ചില്ല. അതിനനുകൂലമായി ഒന്നും ചെയ്തില്ല. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇവരെന്ത് ചെയ്തു? SP-യും BSP-യും വളരെ മാന്യമായ നിലപാട് അവരെടുത്തു. അവര് 2 സീറ്റാണ് ഇവർ ജയിച്ചത്. ആ 2 സീറ്റും അവർ തന്നെ മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചു. ഞങ്ങളവിടെ മത്സരിക്കുന്നില്ല. അപ്പൊ BJPയെ പരാജയപ്പെടുത്താൻ ഇവരെ സഹായിക്കുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ഇവരെന്ത് ചെയ്തു? ഇവര് ശക്തമായി BJPക്കെതിരായ വോട്ട് ഭിന്നിപ്പിക്കാനുള്ള ശ്രമം. ഉത്തർപ്രദേശിൽ 1-2 സീറ്റ് BJPക്ക് വർദ്ധിക്കുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദി ഇവരാണ്. ഇതാണ് നാം കാണേണ്ടത്. ഇപ്പോ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് പറയുന്നു, ഞങ്ങള് ഇടതുപക്ഷത്തെ കുറിച്ചൊന്നും പറയില്ല. എന്തിനാ പോലും ഇങ്ങോട്ട് വന്നത്? എന്തിനാണ് ഈ സൗജന്യം? എന്താണ് ഞങ്ങളെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾക്കത് പറയാം. ഞങ്ങൾക്കതിൽ ഒരു ശങ്കയില്ല, പറഞ്ഞോളൂ. ഇവിടെ നാം കാണേണ്ടത്, രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ നൽകുന്ന സന്ദേശം ഇടതുപക്ഷത്തെ രാജ്യത്തെ തകർക്കേണ്ടതാണ് എന്നതാണ്. ഇത് നാം ഗൗരവമായി കാണണം. കാലുമാറാത്ത മതനിരപേക്ഷതയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കുന്ന സ്ഥാനാർത്ഥിയാവണം ഇവിടുന്ന് ജയിച്ചു പോകുന്നത്. ബദൽ നയത്തിന്റെ പ്രത്യേകതകളിലേക്ക് ഞാൻ ഈ ഘട്ടത്തിൽ പോകുന്നില്ല. ബദൽ നയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കേരളം തന്നെയാണ്. അത് നമുക്ക് അഭിമാനപൂർവ്വം ഉയർത്തിക്കാണിക്കാൻ കഴിയും. ബദൽ നയത്തോടു കൂടി ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണം. അതിന് ഇവിടെ നിന്ന് കരുത്തനായ ഒരു സ്ഥാനാർത്ഥി, അതാണ് സഖാവ് AM ആരിഫ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാവിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നു. അരിവാച്ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ സഖാവിനെ വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, മഴ കുറേശ്ശെ വരുന്നത് നല്ല കാര്യമാണ്, എങ്കിലും ഇരുത്തത്തിൽ നിങ്ങൾക്ക് കുറച്ച് പ്രയാസമാകുമെന്നുള്ളത് കൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം.